കടലോളം അനന്തമായ സംഗീതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അഷ്റഫിക്ക. പാടാൻ അറിയില്ലെങ്കിലും പാട്ടിനെ ഏറെ ഇഷ്ടപ്പെടുന്നു ഇദ്ദേഹം. കൊച്ചിക്കാരനായ അഷ്റഫിക്കയുടെ കയ്യിൽ 10,000-കണക്കിന് പാട്ടുകളുടെ റെക്കോർഡിങ്ങുകളും ഒപ്പം പാട്ടുപുസ്തകങ്ങളുമുണ്ട്. ആ പാട്ടുപുസ്തകത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകഥകളിലേക്ക് പോകാം. ആദ്യം, പാട്ടുകാരനാകണമെങ്കിൽ പാട്ടുപാടാൻ അറിയണമെന്നൊന്നുമില്ല. നല്ല ഒന്നാന്തരം പാട്ടുകാരനായ കഥയാണ് കൊച്ചിക്കാരൻ അഷ്റഫിക്കയ്ക്ക് പറയാനുള്ളത്. മട്ടാഞ്ചേരിക്കാരനായ അഷ്റഫിക്കയുടെ കയ്യിൽ 70,000-ലേറെ പാട്ടുകളാണുള്ളത്. തീർന്നില്ല, 500-ലധികം ഗ്രാമഫോണുകളും എണ്ണമറ്റ പാട്ടുപുസ്തകങ്ങളും സിനിമകളും ഈ ശേഖരത്തിലെ മുഖ്യ കഥാപാത്രങ്ങളാണ്. കൊച്ചി അങ്ങാടിയിലെ MA അഷ്റഫ് എന്ന അഷ്റഫിക്ക ഒരു തികഞ്ഞ പാട്ടുപ്രേമിയായത് എങ്ങനെയെന്ന് അറിയാം. 1980 കാലഘട്ടം. മട്ടാഞ്ചേരിയിൽ ചെരുപ്പുകടയുണ്ടായിരുന്ന സമയത്താണ് പാട്ടുപ്രേമം അഷ്റഫിക്കയുടെ തലയ്ക്ക് പിടിച്ചത്. അവിടെ നിങ്ങോട്ട് ഇഷ്ടപ്പാട്ടുകളുടെ തോഴനായി മാറി ഇക്ക. കണ്ണിൽപ്പെടുന്നവയും കാതിൽപ്പെടുന്നവയും ഒക്കെ വാങ്ങിക്കൂട്ടി ഇന്നീ ശേഖരം അളവറ്റതാണ്. പാട്ട് മാത്രമല്ല, പാട്ടുപുസ്തകങ്ങളും ഗ്രാമഫോൺ റെക്കോർഡുമെല്ലാം അഷ്റഫിക്ക സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. തമിഴിലും ഹിന്ദിയിലും 10,000-കണക്കിന് പാട്ടുകൾ ഏത് സമയത്ത് ചോദിച്ചാലും കേൾപ്പിക്കത്തക്ക രീതിയിൽ ഇക്കയുടെ കയ്യിൽ റെഡിയാണ്. ഇനിയുമുണ്ട്. ഏത് സിനിമയിലെ പാട്ടാണെന്നും അതിന്റെ സംഗീത സംവിധായകൻ, ഗായകൻ, അങ്ങനെ ആ പാട്ടിന്റെ A to Z കൃത്യമായി ഇക്ക പറഞ്ഞു തരും. പണ്ടുകാലത്തെ കോലരക്കിന്റെ റെക്കോർഡ് മുതൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ രൂപത്തിലുള്ള ഗാനങ്ങൾ അടക്കമുണ്ട് ഇക്കയുടെ കയ്യിൽ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലനിലെ ഗാനങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഭാഗവതർ പാടിയഭിനയിച്ച ജ്ഞാനാംബികയിലെ ഗാനങ്ങൾ, എന്തിനേറെ പറയുന്നു, ഇറങ്ങാൻ പോകുന്ന സിനിമകളിലെ വരെ പാട്ടുകൾ റെഡി ഇക്കയുടെ കളക്ഷനിൽ. ഏതു ഗാനം ആവശ്യപ്പെട്ടാലും ഞൊടിയിടയിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അത് തെരഞ്ഞെടുത്ത് കേൾപ്പിച്ചു തരും ഇദ്ദേഹം. ഒരിക്കൽ അർജുനൻ മാഷിനെ കാണാൻ പോയപ്പോൾ മാഷിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും CD-യിലാക്കി നൽകാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സന്തോഷവാനാണ് അഷ്റഫിക്ക. അന്ന് അർജുനൻ മാഷിനൊപ്പം നിന്നെടുത്ത ഫോട്ടോ കാണിച്ച് ഇക്ക ഫ്ലാഷ് ബാക്കിലെ ഒരു ഗാനരംഗം പോലെ അത് ഓർത്തെടുക്കും. യേശുദാസും ജയചന്ദ്രനും ആദ്യമായി പാടിയ ഗാനങ്ങൾ ഇക്കയുടെ ശേഖരത്തിലെ രാജാക്കന്മാരാണ്. അങ്ങനെ മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഒക്കെ മധുരമൂറും ഗാനങ്ങൾ കാതകലങ്ങളിൽ കേൾപ്പിച്ച് അഷ്റഫിക്ക കൊച്ചിയിലുണ്ട്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ 1938. അതിലെ പാട്ടുകൾ 22 പാട്ടുകളുണ്ട്. അതിൽ റെക്കോർഡ് ഇറങ്ങിയില്ല, അതുകൊണ്ട് പാട്ട് കിട്ടിയില്ല. പിന്നീട് ഇറങ്ങണം 1940 ജ്ഞാനാംബിക. പുത്തൻകാവ് മാധവൻ നായരാണ് എൻ്റെ രചന. സംഗീതം രാമരാജനയിൽ 1940 ഇറങ്ങുന്നത്. പിന്നെ ദാസേട്ടൻ പാടിയ ആദ്യത്തെ പാട്ട് കാൽപ്പാട് 1962. കുഞ്ഞുഞ്ഞ മാധവൻ്റെ ആദ്യത്തെ ഒരു ശബ്ദം ജ്ഞാനാംബിക 1940. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഗായകന്മാർ വന്ന കാലഘട്ടത്തിൽ മുതലുള്ള ആദ്യമായി പാടിയ പാട്ടുകളുടെ ആ ഒരു പരമ്പര തന്നെ എൻ്റെ ഗാനങ്ങളിലടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ കലാസ്നേഹികളെ അറിയുവാനാണ് കേരള മാപ്പിള അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഈ വിനീതനായ കുന്നമംഗലം CK ആലിക്കുട്ടി, ബഹുമാന്യനായ ചന്ദിരൂർ V അഷ്റഫ് എന്നവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. MA മുഹമ്മദ് അഷ്റഫ് എന്നവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത്. 3 മാസം മുമ്പ് ഞാൻ ഇവിടെ വരികയും ഇവരെ ഒരു പത്ര മീഡിയയിൽ കൂടിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ വന്നു, ഇവരെ കണ്ടു, ബഹുമാനിച്ചു. അന്ന് എനിക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ തിരിച്ചുപോയി. വീണ്ടും 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഈ പ്രാവശ്യം വന്നത് ഞങ്ങൾ വീട്ടിൽ വെച്ച് ആദരിക്കുക എന്നൊരു ചടങ്ങ് ഞങ്ങളുടെ അവാർഡ് ദാനത്തിന് മുമ്പുണ്ട്. അത് എറണാകുളം ജില്ലയിൽ ആദ്യത്തെ സ്ഥലമാണിത്. അത് 2 ആദരിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, ഈ വ്യക്തി ഈ ഒരു ജീവിതം മുഴുവൻ കലാലോകത്തിനു വേണ്ടി എന്നോണം ആരോ പറഞ്ഞിട്ടെന്ന പോലെ നമ്മുടെ കലാലോകത്തുള്ള എല്ലാവരുടെയും സിനിമകളും പാട്ടുകളും വീഡിയോകളും ആൽബങ്ങളും ഒക്കെ ഇവിടെ അണിനിരത്തി വെച്ചെന്ന പോലെ, ആര് വന്നാലും എടുത്തു കൊടുക്കാൻ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയമാവലിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ
സ്വന്തം വീട്ടിൽ ഒരു കുടിലിരിക്കുന്നത്. അതുപോലെ ഇത് തന്നെ അവരുടെ സ്വന്തമല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് ഇവർക്ക് ഇതൊരു സൂക്ഷിപ്പ് കേന്ദ്രമായി മാറ്റാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാർ, ബഹുമാനപ്പെട്ട കേരളത്തിലെ വിദേശത്തെ എല്ലാ കലാസ്നേഹികളും ഇതിന് നമ്മുടെ പിന്നിൽ, നമ്മുടെ മുമ്പിലായിട്ട് തന്നെ അണിനിരത്താനുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടാൽ ഇവർക്ക് ഒരു വീടും ഇത് സൂക്ഷിക്കാൻ വേണ്ടുന്ന ഒരു ലൈബ്രറി, അതായത് ഒരു സ്മാരക മ്യൂസിയം പോലെ, ദാസേട്ടനാണ് മുന്നിൽ വരുന്നതെങ്കിൽ അഗസ്റ്റിൻ ജോസഫ് സാറിൻ്റെ ഒരു സ്മാരകമാക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ നസീർ സാറിൻ്റെ ഷാനവാസ് സാറാണ് വരുന്നതെങ്കിൽ അവരുടെ ഒരു മ്യൂസിയമാക്കാം. കൂടാതെ ഞങ്ങളുടെ നാട്ടിലും പല വ്യക്തിത്വങ്ങളും ഉദിച്ചു പോയിട്ടുണ്ട്, മൺമറിഞ്ഞിട്ടുണ്ട്. ആര് വരുന്ന അവരുടെ പല മതസ്ഥാപനങ്ങളും അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് കലാസ്നേഹിയായ ഈ അഷ്റഫ് ഖാക്ക് ഇതൊരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിയില്ല? അതൊരു ചോദ്യം ഞാൻ കലാസ്നേഹികളുടെ മുമ്പിൽ എറിയുകയാണ്. കാരണം കേരളത്തിൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനപ്പെട്ട അംബികച്ചി, കുട്ടിക്കുപ്പായത്തിൽ കളിച്ച അംബികച്ചി അമേരിക്കയിൽ നിന്ന് കോഴിക്കോട്ട് വരുമ്പോൾ എന്നെ സമീപിക്കാറുണ്ട്. അവരുടെ എല്ലാ സീഡികളും എൻ്റെ കയ്യിലില്ലാത്ത ഞാൻ അഷ്റഫ് സാറിനോട് സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് ഏറ്റതാണ്. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ്. അങ്ങനത്തെ അവർക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവർ ഇവരെ സഹായിക്കണം, ഇവരുമായി സഹകരിക്കണം. ഇവർക്കൊരു കുടില്, ഇവരെ ഭാവി ഭദ്രമാക്കാൻ അത് വേണം. കൂടാതെ ഇത് കുടില് വെച്ചാൽ പോരാ, ഇതൊരു സ്ഥാപനത്തിലോ ഒരു കേന്ദ്രത്തിലോ വെക്കാനുള്ള ഒരു അവസരം കൂടി കലാസ്നേഹികളും സർക്കാരും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം എന്ന് മാത്രം വിനീതനായി ഞാൻ പറയുകയാണ്. ഇതിൽ എന്നെക്കാളും പ്രഗത്ഭരായ ഒരു വ്യക്തി വലതുഭാഗത്ത് നിൽപ്പുണ്ട്. കുറഞ്ഞ ഭാഗം അദ്ദേഹം കൂടി പറയും. അതിനുശേഷം 2 ആദരിക്കലാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് ഈ വ്യക്തിയെ ആദരിക്കുന്നു, ഒന്ന് ഈ സംഘടിപ്പിച്ച ഈ കുടുംബത്തിനെ ഞങ്ങൾ ആദരിക്കുക. കാരണം പിന്നെ അവരെ ത്യാഗം ഞങ്ങൾക്ക് മുഖത്തുനിന്ന് മനസ്സിലായെന്ന് വന്നപ്പോൾ അവരുടെ ആ കുടുംബത്തിൻ്റെ ത്യാഗം, ബുദ്ധിമുട്ട്, വിഷമം, കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയാക്കിയ അന്നപ്പം ആദ്യം ബഹുമാനപ്പെട്ട ഈ ഡയറക്ടർ സാറിനെ കൊണ്ട് ഞങ്ങൾ ഈ അഷ്റഫ് സാറിനെ ആദരിപ്പിക്കുകയാണ്. കുടുംബത്തിനെ ഈ വിനീതനായി ഞാൻ ആദരിക്കുകയാണ്. ഈ 2ഉം പൂർത്തിയാക്കാൻ 90 ദിവസം നമുക്ക് ഇത് പറഞ്ഞ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് പൂർത്തിയാകണം. 3 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടി നമുക്ക് നടത്താം. ഇത് ഞാൻ ഞങ്ങളുടെ പത്രസമ്മേളനത്തിലും പിന്നെ ഞങ്ങളെ വാർഷിക ആഘോഷം നടത്തും ഡിക്ലെയർ ചെയ്യുകയും പറയുകയും ചെയ്യും. ഞങ്ങളോട് നിങ്ങളുടെ ചാനലുകളും മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ സഹകരിക്കണം. ഓരോരോ ജനങ്ങളെ അടുത്തും നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്, നിങ്ങളെത്തിക്കണം. ഇത്ര മാത്രമേ എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളൂ. ബാക്കി ബഹുമാനപ്പെട്ട ഡയറക്ടർ പറയും ഇവരെ പറ്റി. അതും കൂടി നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ആദരിക്കുകയും ഞങ്ങളുടെ ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും വേണമെന്ന് മാത്രം. കലാരംഗത്ത് ഒരുപാട് ജാതി പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീ അഷ്റഫ് നടത്തിയിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകളും സിനിമയെ സംബന്ധിച്ചുള്ള ഗാനങ്ങൾ, അല്ലാതുള്ള ഗാനങ്ങൾ, മറ്റ് വീഡിയോ, ഇതെല്ലാം വളരെ വർഷങ്ങളെ ശ്രമഫലമായിട്ട് അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഏകദേശം 5 ലക്ഷത്തോളം പാട്ടുകൾ, 5000-ഓളം സിനിമകൾ, അങ്ങനെ പലതും. അപ്പോൾ ഒരു പുരുഷായുസ് മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് അതിൻ്റെ വരുംവരായികളോ ലാഭേച്ഛയോ ഇത് യാതൊന്നും നോക്കാതാണ് അദ്ദേഹം ഇത്തരം ഒരു കർമ്മത്തിനിറങ്ങി പുറപ്പെട്ടത്. ഇപ്പോഴീ അടുത്ത കാലത്താണ് ശരിക്കും കലാലോകവും നമ്മുടെ സാംസ്കാരിക കേരളവും ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിനെ മാനിച്ച് കലാരംഗത്ത് നിന്നും അല്ലെങ്കിൽ ഉദാരമതികളിൽ നിന്നും അദ്ദേഹത്തിന് അത് അർഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കും, വളരെ അനുയോജ്യമായിരിക്കും.